പശ്ചിമേഷ്യൻ യുദ്ധം അടുക്കളകൾക്ക് താഴെ വീഴുമ്പോൾ വിജയകുമാർ. അമേരിക്കൻ ആധിപത്യത്തിലുള്ള സാമ്പത്തിക സൈനിക ക്രമത്തെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത സ്വതന്ത്ര ഇറാനെ അമേരിക്കയുടെ ഡോളർ ആധിപത്യത്തിനും ഊർജ്ജ നിയന്ത്രണത്തിനും മേലുള്ള നിർണായക വെല്ലുവിളിയായിട്ടാണ് അമേരിക്ക കാണുന്നത്. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ ഊർജ്ജ ശേഖരം എന്നത് കേവലം ഒരു ഉൽപ്പന്നം മാത്രമല്ല. എണ്ണയ്ക്ക് ഡോളറിൽ മാത്രം വില കണക്കാക്കുകയും അമേരിക്കൻ കമ്പോളങ്ങളുടെ പുനഃചംക്രമണം നടത്തുകയും അമേരിക്കൻ വായ്പയും സൈനിക ചെലവഴിക്കലും നിലനിന്നു പോകുന്നതിന് അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന പെട്രോ ഡോളർ സംവിധാനത്തിന് ഘടനാപരമായ അടിത്തറയാണത്. ഈ സംവിധാനത്തിന് അഥവാ ക്രമീകരണത്തിന് ഭീഷണിയാകുന്ന, അതായത് സ്വന്തമായി എണ്ണയ്ക്ക് വിലയിടുകയോ ബദൽ കറൻസി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയോ അമേരിക്കയുടെ തീരുമാനങ്ങളെ നിരാകരിക്കുകയോ ചെയ്യുന്ന ഏതൊരു രാഷ്ട്രവും അമേരിക്കയുടെ ആക്രമണ ലക്ഷ്യമാണ്. ഇറാൻ ഇത് മൂന്നും ചെയ്തിട്ടുള്ള രാജ്യമാണ്. അതായത് ഇറാൻ പെട്രോ ഡോളറിനെ വെല്ലുവിളിക്കുകയും ഉപഭോക്തൃ രാജ്യങ്ങളിലെ നാണയങ്ങൾ വാങ്ങിച്ചുകൊണ്ട് എണ്ണ വിൽക്കുകയും ചെയ്തു. അങ്ങനെ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് കൈക്കൊണ്ടുകൊണ്ട് സ്വന്തം പരമാധികാരത്തെ ഉയർത്തിപ്പിടിച്ചു. അതുതന്നെയാണ് ഇറാനോടുള്ള അമേരിക്കയുടെ അടങ്ങാത്ത പകയുടെ കാരണവും. രണ്ടാം ലോക യുദ്ധാന്തരം 30ഓളം രാജ്യങ്ങളെയാണ് അമേരിക്ക ആക്രമിച്ചിട്ടുള്ളത്. ലോകത്ത് മറ്റൊരു രാജ്യത്തിനും അമേരിക്ക സൃഷ്ടിച്ചിട്ടുള്ള ഈ റെക്കോർഡിന്റെ 7 എഴുത്ത് പോലും എത്താനാകില്ല. അഫ്ഗാനിസ്ഥാനിൽ, ഇറാഖിൽ, കൊറിയയിൽ, വിയറ്റ്നാമിൽ, ക്യൂബയിൽ, സെർബിയയിൽ, ചിലിയിൽ, വെനസ്വേലയിൽ, അങ്ങനെ എല്ലായിടത്തും അമേരിക്ക നടത്തിയ നിഷ്ഠൂരമായ ആക്രമണങ്ങൾ അധികാരഗർവിന്റെയും വഞ്ചനയുടെയും കുതികാൽ വെട്ടിന്റെയും ചരിത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് വെടിനിർത്തലിന് വേണ്ടിയുള്ള ചർച്ചയ്ക്ക് തയ്യാറാണെന്ന ട്രംപിന്റെ വാക്കുകളെ ഇറാൻ ഭരണകൂടം ഒട്ടും തന്നെ വിശ്വാസത്തിലെടുക്കാതിരുന്നത്. ഇത്തരം ചർച്ചകൾ സാമ്രാജ്യത്വത്തിന് വീണ്ടും യുദ്ധസജ്ജമാകാനുള്ള ഇടവേളകൾ മാത്രമാണെന്ന് ഇറാന്റെ തന്നെ അനുഭവം അവർക്ക് കാണിച്ചു കൊടുത്തതാണ്. വെടിനിർത്തൽ നടപ്പാക്കുന്നതിന് ട്രംപ് മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങളിൽ മിക്കവയും ഇറാൻ ഭരണകൂടം നേരത്തെ തന്നെ നിരസിച്ചിട്ടുള്ളവയാണ്. അതായത് താൽക്കാലികമായ വെടിനിർത്തൽ അംഗീകരിക്കുക, ഇറാന്റെ ആണവ പദ്ധതി ഇല്ലാതാക്കുക, ഹോർമൂസ് കടലിടുക്ക് തുറന്നുകൊടുക്കുക, ഇറാന്റെ മേഖലാതല നയങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനവും പരിമിതപ്പെടുത്തുക എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഉപരോധങ്ങൾ നീക്കം ചെയ്യുന്നതിനും വേണ്ടി ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെയും ഒപ്പം തുർക്കിയുടെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ ചർച്ചകൾ നടത്താനായിരുന്നു ശ്രമം. എന്നാൽ ട്രംപിന്റെ നിർദ്ദേശങ്ങൾ അങ്ങേയറ്റം ഉപദ്രവകരമാണെന്നും യുക്തിക്ക് നിരക്കാത്തതാണെന്നും പ്രതികരിച്ച ഇറാൻ തങ്ങൾ മുന്നോട്ട് വെക്കുന്ന 5 വ്യവസ്ഥകൾ അംഗീകരിക്കാതെയുള്ള യാതൊരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇറാന് നേരെയുള്ള എല്ലാത്തരം അധിനിവേശങ്ങളും പൂർണ്ണമായും അവസാനിപ്പിക്കണം. ഭാവിയിൽ തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പു നൽകണം. അമേരിക്ക ഇസ്രായേലി യുദ്ധം മൂലം രാജ്യത്തിനുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകണം. മേഖലയിലെ ചെറുത്തുനിൽപ്പ് സഖ്യങ്ങൾക്കെതിരായ ലെബനനിലും ഇറാഖിലും പലസ്തീനിലും നടത്തുന്ന യുദ്ധവും അമേരിക്ക അവസാനിപ്പിക്കണം. ഹോർമൂസ് കടലിടുക്കിന് മേലുള്ള ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം എന്നിവയാണ് ഇറാൻ മുന്നോട്ട് വച്ചിട്ടുള്ള വ്യവസ്ഥകൾ. ഉറപ്പുകളില്ലാതെയുള്ള വെടിനിർത്തലുകൾ യുദ്ധം ആവർത്തിക്കുന്നതിനുള്ള അവസരമൊരുക്കലുകൾ മാത്രമാണെന്നും അമേരിക്കൻ സാമ്രാജ്യത്വം വഞ്ചനയുടെയും കാപട്യത്തിന്റെയും ചരിത്രം പേർന്ന ഒന്നാണെന്നുമുള്ള കൃത്യമായ ധാരണ ഇറാൻ ഭരണാധികാരികൾക്കുണ്ട്. ആ ധാരണയെ ശരിവെക്കുന്നതാണ് കഴിഞ്ഞ 2 ദിവസമായി ഇറാനിൽ കരയുദ്ധം ആരംഭിക്കുവാൻ പോകുകയാണെന്നും ഗാർഗ് ദ്വീപ് തങ്ങൾ പിടിച്ചെടുക്കുമെന്നുമുള്ള ട്രംപിന്റെ പ്രസ്താവന. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിലേക്കും അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്കും ഇറാൻ ശക്തമായ തിരിച്ചടികൾ നടത്തുന്നത്. ഇതിനിടയിൽ ഇസ്രായേലിന്റെ എണ്ണ ശുദ്ധീകരണശാലയായ ഹൈഫ റിഫൈനറിയിലേക്കും മറ്റനേകം ഊർജോൽപാദന കേന്ദ്രങ്ങളിലേക്കും ഇറാൻ നടത്തിയ തിരിച്ചടികൾ നൈൽ മുതൽ യുഫ്രട്ടീസ് വരെയുള്ള ഭൂപ്രദേശം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന ഹുങ്കിൽ പശ്ചിമേഷ്യൻ പ്രദേശത്തെ ആകെ ഭീതിയുടെ മുനമ്പിൽ നിർത്താൻ ഒരുമ്പിട്ടിറങ്ങിയ ഇസ്രായേലിനെ തെല്ലൊന്ന് അമ്പരപ്പിച്ചു. ഈ സയനിസ്റ്റ് രാഷ്ട്രത്തിന് വൻകിട ആയുധങ്ങളും പണവും എത്തിച്ചു കൊടുത്ത് അതിനെ ഇത്തരത്തിൽ മനുഷ്യഹത്യ നടത്താൻ പ്രാപ്തമാക്കുന്ന നടപടി അമേരിക്കയും യൂറോപ്യൻ സഖ്യശക്തികളും അവസാനിപ്പിക്കാതെ ലോകത്ത് സമാധാനം പുലരുകയില്ല എന്നത് തീർച്ചയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില 2026 മാർച്ച് 30 കണക്കനുസരിച്ച് ബാരലിന് $115.93 എത്തിയിരിക്കുന്നു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള, അതായത് 2026 ഫെബ്രുവരി 27 വരെയുള്ള സ്ഥിതിയെ അപേക്ഷിച്ച് 62% വർധന. ക്രൂഡ് ഓയിൽ വിലയിലെ ഈ വർധനയും എണ്ണ വിതരണ ശൃംഖലയുടെ തകർച്ചയും ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നാണ് കണക്കുകൾ പറയുന്നത്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടിയതോടെ ലോകത്തിലെ നിരവധി രാജ്യങ്ങളിലേക്കുള്ള എണ്ണ വിതരണം സ്തംഭിച്ച അവസ്ഥയിലാണ്. വൻതോതിൽ എണ്ണ ശേഖരിച്ചു വെക്കാതെ അന്നന്ന് ഇറക്കുമതി ചെയ്ത് അന്നന്ന് വിതരണം ചെയ്യുന്ന രീതി അവലംബിച്ച ബംഗ്ലാദേശ്, ഇന്ത്യ പോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങളെ ഇത് സാരമായി ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളും സാമ്പത്തിക മാന്ദ്യത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി എന്ന് വാർത്തകളുണ്ട്. എണ്ണയുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും അടക്കം വില കുതിച്ചുയരുകയും കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വളമടക്കം വരുന്ന ഉൽപ്പന്നങ്ങൾ പോലും വിപണിയിൽ ലഭ്യമാകാനാകാതെ വരികയും ചെയ്യുന്ന സാഹചര്യം ആസന്നമായിരിക്കുന്നു.
യുദ്ധം തുടർന്നാൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കുന്ന സ്ഥിതി വരും. എണ്ണയും ഗ്യാസും ഭക്ഷ്യവസ്തുക്കളും അടക്കമുള്ള ചരക്കുകളുടെ ലഭ്യതയെ മാത്രമല്ല, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന പ്രവാസികളായ തൊഴിലാളികളെയും യുദ്ധം ബാധിക്കും. ഇന്ത്യയെപ്പോലെ പ്രവാസ വരുമാനം ഗണ്യമായ തോതിലുള്ള രാജ്യങ്ങളിൽ ഇത് കൂടുതൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. യഥാർത്ഥത്തിൽ ലോക ജനതയെ ആകെ വിലക്കയറ്റത്തിനെയും നാണയപ്പെരുപ്പത്തിനെയും തീച്ചൂളയിലേക്ക് എടുത്തെറിയുകയാണ് അമേരിക്കയും ഇസ്രായേലും ചെയ്തിരിക്കുന്നത്. ലോക സമ്പദ്ഘടനയെ ആകെ നിശ്ചലമാക്കുകയും അസ്ഥിരീകരിക്കുകയും തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യുന്ന നടപടികളാണ് ട്രംപ് കൈക്കൊള്ളുന്നത്. കൊള്ളലാഭക്കൊതിക്കും പിടിച്ചടക്കലുകൾക്കും വേണ്ടി മുതലാളിത്തം നടത്തുന്ന ഈ യുദ്ധത്തിന് കെടുതികൾ മുഴുവനും ചുമക്കേണ്ടി വരുന്നത് ലോകത്താകെയുള്ള അധ്വാനിക്കുന്ന ജനതയാണ്. ഓരോ യുദ്ധവും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കെതിരായ ആക്രമണങ്ങളാണ്. യുദ്ധം സൃഷ്ടിക്കുന്ന ദുരിതത്തിന്റെ മഹാപർവം വന്നു പതിക്കുന്നത് അവർക്ക് മേലാണ്. അതുകൊണ്ട് തന്നെ ഈ സയനിസ്റ്റ് സാമ്രാജ്യത്വ ഭീകരതയ്ക്കെതിരായി ശക്തമായ ചെറുത്തുനിൽപ്പ് ഓരോ രാജ്യത്തും ഉയർന്നു വരേണ്ടതുണ്ട്. അമേരിക്കയിലും യൂറോപ്പിലും ഇസ്രായേലിലും അടക്കം യുദ്ധവിരുദ്ധ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും വ്യാപകമായി ഉടലെടുത്തു തുടങ്ങിയിരിക്കുന്നു. ട്രംപിനെതിരെ അമേരിക്കയിൽ നോ കിങ്സ്, രാജാക്കന്മാർ വേണ്ട എന്ന പേരിൽ നടന്ന റാലിയിൽ 10,000-കണക്കിന് പേർ പങ്കെടുത്തു. യൂറോപ്പിലും തെക്കേ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും നോ കിങ്സ് റാലി നടന്നു. റോമിലും ലണ്ടനിലും പാരീസിലും ശക്തമായ യുദ്ധവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയരുന്നു. ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെലവീവിലെ ഹബീമ ചത്തുരത്തിലും ഹൈഫയിലും പ്രതിഷേധങ്ങൾ അരങ്ങേറി. യുദ്ധത്തിനും പ്രതിരോധത്തിനുമായി ഗവൺമെന്റ് നടത്തുന്ന വമ്പിച്ച ചെലവഴിക്കലുകൾ അമേരിക്കയിലെയും ഇസ്രായേലിലെയും ജനങ്ങളെ അസ്വസ്ഥരാക്കി തുടങ്ങിയിരിക്കുന്നു. ഒന്നുകിൽ അമേരിക്കയും ഇസ്രായേലും യുദ്ധം അവസാനിപ്പിച്ച് സ്വയം പിൻവാങ്ങണം. ഇറാൻ മുന്നോട്ട് വച്ചിട്ടുള്ള ന്യായമായ അവകാശങ്ങൾ, പ്രധാനമായും ഇനിയൊരു ആക്രമണം ഉണ്ടാവുകയില്ല എന്ന ഉറപ്പ് നൽകുവാൻ അമേരിക്ക തയ്യാറാവണം. അങ്ങനെ ചെയ്യാത്ത പക്ഷം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ആക്രമണം തുടരാം. പക്ഷേ പശ്ചിമേഷ്യൻ മേഖലയിലെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താൽപര്യങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള തിരിച്ചടികൾ ഇറാനിൽ നിന്ന് നേരിടേണ്ടതായി വരും. ലോകത്താകെ എണ്ണയുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും വില കുതിച്ചുയരുകയും ചെയ്യും. ഇറാൻ ശക്തമായ തിരിച്ചടികൾ നടത്തുകയാണ്. ദേശസ്നേഹത്തിന്റെയും സാംസ്കാരിക പ്രബുദ്ധതയുടെയും മൂല്യങ്ങളുള്ള ഒരു ജനത അവിടുത്തെ ഭരണകൂടത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ട്. സയനിസ്റ്റ് സാമ്രാജ്യത്വ ശക്തികൾ നടത്തുന്ന ഈ ഭീകരതയ്ക്ക് മുമ്പിൽ തോറ്റുകൊടുക്കുവാൻ ഇറാൻ ജനത തയ്യാറാകില്ല. കരയുദ്ധം കൂടി ആരംഭിച്ചാൽ പശ്ചിമേഷ്യ കൂടുതൽ കലുഷിതമാകുകയും മനുഷ്യരാശിയാകെ അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഹോർമുസ് കടലിടുക്ക് വഴിയാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും 80% ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കടന്നു വരുന്നത്. അമേരിക്കയുടെ ആക്രമണത്തെ തുടർന്ന് ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചിരിക്കുകയാണ്. ഇനി അത് പൂർണ്ണമായി തുറക്കണമെങ്കിൽ അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കുവാൻ തയ്യാറാകണം. അതുവരെയും നമ്മുടെ അടുക്കളകളിൽ കൃത്യമായി തീ പുകയില്ല. അതുകൊണ്ട് അമേരിക്കയുടെ ആക്രമണത്തിനെതിരെ ലോകവ്യാപകമായി ജനങ്ങളുടെ ശബ്ദമുയരണം. അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്നത് പോലെയുള്ള യുദ്ധവിരുദ്ധ മുന്നേറ്റത്തിന് ഇന്ത്യയിൽ നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങണം. യുദ്ധം അങ്ങകരെയുള്ള ഇറാനിലല്ല, നമ്മൾ ഓരോരുത്തരുടെയും വീട്ടകങ്ങളിലേക്ക് അത് കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുമേറെ വൈകാതെ അമേരിക്കൻ ആക്രമണത്തിനെതിരെ നാം ഓരോരുത്തരും ശബ്ദമുയർത്തേണ്ടതുണ്ട്.